ഹലോ. ഞാനിന്ന് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും മോണിറ്റൈസേഷൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തപ്പോൾ നമ്മൾ നോർമലി വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ അത് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടും IFSC നമ്പറും നിങ്ങളുടെ പേര് ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് പിന്നെ നമ്മുടെ US ടാക്സ് രജിസ്ട്രേഷനാണ്. അപ്പം നിങ്ങൾ ഓരോ ഭാഗങ്ങളിങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ എനിക്ക് വന്നൊരു അനുഭവമാണ് പറയുന്നത്. എല്ലാവർക്കും യൂട്യൂബിൽ നോക്കിയപ്പോൾ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓരോ സംഭവങ്ങൾ ടിക്ക് ചെയ്ത് പോകുമ്പോൾ അത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, US ടാക്സ് അമേരിക്കൻ ടാക്സ് ആണ്. അതിൽ ഒരു കാര്യം നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 0% ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻവോൾവ്ഡ് ഇൻ USA എന്നുള്ളത് അത് അങ്ങനെ തന്നെ കൊടുക്കണം. കാരണം നിങ്ങൾ US താമസിച്ചുകൊണ്ട് US നിന്നാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വരുമാനത്തിൻ്റെ എമൗണ്ടിൽ ഒരുപാട് വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങളൊരു US സിറ്റിസൺ അല്ല എന്നും അമേരിക്കയിൽ നിന്നുമാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് നിന്നുമാണോ വീഡിയോ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതല്ല എന്നുള്ളത് 0% ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് നിങ്ങൾ കൊടുക്കണം. അതൊക്കെ കൊടുത്ത് നമ്മൾ ലാസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഫുൾ നെയിം കൊടുക്കാൻ പറയുന്നു. അപ്പോൾ ഞാൻ ഫുൾ നെയിം കൊടുത്തു, ഫേസ്ബുക്കിലെ ഫുൾ നെയിം കൊടുത്തു, സബ്മിറ്റ് ചെയ്തപ്പോൾ വർക്കാവുന്നില്ല. പിന്നെ നേരെ ഒരുപാട് ട്രൈ ചെയ്തു. പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം, പാൻ കാർഡിൻ്റെ നമ്പർ കൊടുത്തു, എന്നിട്ടും വർക്കാവുന്നില്ല. അങ്ങനെ അവസാനം ഒരു സൊല്യൂഷൻ കണ്ടെത്തി ഞാൻ പിന്നെ ഒന്നൊന്ന് വീണ്ടും തുടങ്ങി, ബാക്കോട്ട് അടിച്ചപ്പോൾ നമ്മുടെ പേര് കുറേ ലിസ്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിൽ ഡീഫോൾട്ടായിട്ട് എൻ്റർ ആയിട്ടുണ്ട് നമ്മളെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുള്ള ഡാറ്റാസ്. അപ്പോൾ അതിൽ കൊടുത്തിട്ടില്ല. കുറച്ച് ബാക്കോട്ട് അടിച്ചപ്പോൾ നിങ്ങളിനി മുന്നോട്ട് പോകുന്നതിന് മുന്നേ അത് ശ്രദ്ധിക്കണം, നിങ്ങളുടെ പേര് അവിടെ കാണാം, അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾ കുറച്ച് ഈ ടാക്സിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങുന്ന ഫസ്റ്റ് ഇൻ്റർഫേസിൽ നിങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ടാകും. ആ പേരാണ് നമ്മുടെ ഇവിടെ ലാസ്റ്റിലെ സിഗ്നേച്ചറിൽ പേസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ പേസ്റ്റ് ചെയ്ത് നിങ്ങളെ പ്രശ്നം തീർന്നു. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ.